Question paper revision, Chapter 8 Gravitation, Part 1. 2020 മാർച്ചിൽ 7 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് ചാപ്റ്റർ എന്ന് ചോദിച്ചത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ എസ്കേപ്പ് സ്പീഡ് ഓഫ് എൻ ഒബ്ജക്ട് ഫ്രം ദ എർത്ത് ഈസ് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. എസ്കേപ്പ് സ്പീഡിന്റെ എസ്കേപ്പ് വെലോസിറ്റിയുടെ വാല്യൂ തന്നിരിക്കുകയാണ്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ എസ്കേപ്പ് സ്പീഡ് ഓഫ് എൻ ഒബ്ജക്ട്. എസ്കേപ്പ് സ്പീഡ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് answer, it is the velocity required to project a body so as to escape from Earth's gravitational field. എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു ബോഡീനെ ഏത് വെലോസിറ്റിയിലാണോ പ്രൊജക്ട് ചെയ്യുന്നത് അതിനെയാണ് എസ്കേപ്പ് വെലോസിറ്റി അല്ലെങ്കിൽ എസ്കേപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. ഹൗ എസ്കേപ്പ് സ്പീഡ് ഈസ് റിലേറ്റഡ് ടു മാസ് ഓഫ് ദി ഒബ്ജക്റ്റ്. എസ്കേപ്പ് സ്പീഡ് മാസിനായിട്ട് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. എസ്കേപ്പ് സ്പീഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ഓഫ് ദി ഒബ്ജക്റ്റ്. മാസ് എത്ര കൂടിയാലും കുറഞ്ഞാലും എസ്കേപ്പ് സ്പീഡിന് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ എസ്കേപ്പ് സ്പീഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ഓഫ് ഒബ്ജക്റ്റ്. അടുത്തത്, ചൂസ് ദ കറക്റ്റ് ആൾട്ടർനേറ്റീവ്. കറക്റ്റ് ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോക്കുക, നമുക്ക് നോക്കാം. ആദ്യത്തെ ഏതാണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻക്രീസസ് ഓർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ഉയരം കൂടുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസ് ചെയ്യാൻ നമുക്കറിയാം. അപ്പൊ ആൻസർ ഒന്നിന്റെ ആൻസർ ഏതാണ്? ഡിക്രീസസ്. രണ്ടാമത്തത്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻക്രീസസ് ഓർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഡെപ്ത്. ഡെപ്ത് കൂടുന്തോറും അതേ ഇവിടെ എന്ത് ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ടോട്ടൽ എനർജി ഓഫ് എൻ ഓർബിറ്റിംഗ് സാറ്റലൈറ്റ് ഈസ് നെഗറ്റീവ് ഓഫ് ഇറ്റ്സ് കൈനറ്റിക് ഓർ പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ ടോട്ടൽ എനർജി ഓഫ് എൻ ഓർബിറ്റിംഗ് സാറ്റലൈറ്റ് ഏത് എനർജിയുടെ നെഗറ്റീവ് ആണെന്ന്. ആൻസർ ഏതാണ്? കൈനറ്റിക് എനർജിയുടെ നെഗറ്റീവ് ആണ്. അടുത്തത്, പോളാർ സാറ്റലൈറ്റ് ഗോ അറൌണ്ട് ദ എർത്ത് ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ ഓർ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ. പോളാർ സാറ്റലൈറ്റ് എന്ന് പറയുമ്പോൾ പോൾസിനെ ചുറ്റിയിട്ടാണ് അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏത് ഡയറക്ഷൻ ആണ്? നോർത്ത് സൗത്ത് ഡയറക്ഷൻ. അടുത്തത്, സ്റ്റേറ്റ് കെപ്ലേഴ്സ് ലോസ് ഓഫ് ടൈം പീരിയഡ്സ്. കെപ്ലറുടെ ടൈം പീരീഡിന്റെ ലോ നമുക്കറിയാം. ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് ആണ്. ടി എന്ന് പറഞ്ഞാൽ പീരിയഡ് ഓഫ് സാറ്റലൈറ്റ് ആണ്. അതുപോലെ തന്നെ ആർ എന്ന് പറയുന്നത് സെമി മേജർ ആക്സിസ് ഓഫ് എലിപ്സ്. അടുത്ത 2019 ഇംപ്രൂവ്മെന്റിന് 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചാൽ, ഡിറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ ദ വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റ് എച്ച് അബവ് ദ സർഫസ് ഓഫ് എർത്ത്. അതായത് വേരിയേഷൻ ഓഫ് ജി വിത്ത് ആൾട്ടിറ്റ്യൂഡ് ആണ്. നമ്മൾ ഫിഗർ കാണുന്നു. എം മാസ് ഓഫ് എർത്ത്, 6 റേഡിയസ്, എച്ച് ഹൈറ്റിലായിട്ട് ഒരു ബോഡി ഇരിക്കുന്നു. അതിന്റെ മാസ് എം ആണ്. അപ്പോൾ അവ തമ്മിലുള്ള ഫോഴ്സ് ആണ് എഫ് ഇസ് ഈക്വൽ ടു ജി എം എം ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. അതിൽ എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് എം ജി ഡാഷ് എന്ന് കൊടുക്കാം. അപ്പൊ എം കട്ട് ചെയ്യും. അപ്പൊ നമ്മളെ ഇക്വേഷൻ എന്തായിട്ട് മാറി? ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. പക്ഷേ നമുക്ക് ജി ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ എന്നുള്ള ഫോർമുല അറിയാം. അപ്പൊ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ 1/2 നമ്മൾ കൊടുക്കുന്നു. അതായത് ജി ഡാഷ് ബൈ ജി ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി എം ബൈ ആർ സ്ക്വയർ ആണ്. അതിനെ തലരിച്ചിട്ട് ഗുണിച്ചാൽ മതി. ആർ സ്ക്വയർ ബൈ ജി എം കട്ട് ചെയ്യും. ബാക്കിയുള്ള നമുക്ക് ഏതാണ്? ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. ഇതിൽ നിന്ന് ജി ഡാഷിന്റെ വാല്യൂ കാണാം. ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. അതിനെ സോൾവ് ചെയ്താൽ നമുക്കറിയാം എത്രയാണ് ഇക്വേഷൻ കിട്ടുന്നത്? ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് 2h ബൈ ആർ. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? വാല്യൂ ഓഫ് ജി ഡിക്രീസസ് വിത്ത് ആൾട്ടിറ്റ്യൂഡ്. അടുത്തത്, കെപ്ലർ ഫോർമുലേറ്റഡ് 3 ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ. സ്റ്റേറ്റ് കെപ്ലേഴ്സ് ലോസ് ഓഫ് പീരിയഡ്സ്. കെപ്ലറുടെ ലോ ഓഫ് പീരിയഡ്സ് പറയാൻ വേണ്ടിയിട്ടാണ്. ഏതാണ്? നേരത്തെ പറഞ്ഞാൽ ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ്, ടി പീരിയഡ്, അതുപോലെ തന്നെ ആർ എന്ന് പറയുന്നത് സെമി മേജർ ആക്സിസ് ആണ്. ഓഫ് വിച്ച് കൺസർവേഷൻ ലോ ഈസ് കെപ്ലേഴ്സ് സെക്കൻഡ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ എ കോൺസിക്വൻസ്. സെക്കൻഡ് ലോ ഓഫ് പ്ലാനറ്ററി മോഷനിൽ ഏത് കൺസർവേഷൻ ലോ ആണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൂവ്മെന്റ് ആണ്. ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റന്റ് എന്നുള്ളതാണ് സെക്കൻഡ് ലോ വരുന്നത്. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൂവ്മെന്റ് ആണ്. അടുത്തത്, സാറ്റേൺ ഇയർ ഈസ് 29.5 ടൈംസ് എർത്ത് ഇയർ. അപ്പൊ എർത്തിന്റെ ഇയറിനേക്കാൾ 29.5 ടൈംസ് ആണ് സാറ്റേണിന്റെ ഇയർ. ഇയർ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം സൂര്യനെ കറങ്ങാൻ എടുക്കുന്ന സമയം, അതായത് പീരിയഡ് നമുക്ക് പറയാം. ഹൗ ഫാർ ഈസ് സാറ്റേൺ ഫ്രം സൺ?
സാറ്റേൺ സൂര്യനിൽ നിന്ന് എത്ര ദൂരെയാണ്? ഇഫ് എർത്ത് ഈസ് 1.5 into 10⁻⁹ കിലോമീറ്റർ അവേ ഫ്രം സൺ. സണ്ണിൽ നിന്ന് എർത്തിന്റെ ദൂരം തന്നിട്ട് 1.5 into 10⁻⁹ കിലോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാം T² പ്രൊപ്പോർഷണൽ ടു R³ ആണ്. അതുപോലെ തന്നെ എന്ത് തന്നിട്ടുണ്ട്? സാറ്റേണിന്റെ പീരിയഡ് എന്ന് പറയുന്നത് 29.5 പീരിയഡ് ഓഫ് ഏതാണ്? എർത്ത് ആണ് വരുന്നത്. അതുപോലെ തന്നെ എർത്തിന്റെ റേഡിയസ് ആണ് തന്നിട്ടുള്ളത് എത്ര? 1.5 into 10⁻⁹ കിലോമീറ്റർ. ഇനി നമ്മൾ T² പ്രൊപ്പോർഷണൽ ടു R³ ആകുമ്പോൾ TS²/TE² =RS³ എന്ന് കൊടുക്കാം. അപ്പൊ ഇവിടെ TSന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 29.5 TE ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ നമ്മൾ എടുത്തു, ഡിവൈഡഡ് ബൈ TE². TE² എന്ത് ചെയ്തു? കട്ട് ചെയ്തു പോയി. = RS³. ആ വാല്യൂ അതേപോലെ എഴുതി, ഡിവൈഡഡ് ബൈ RE³. REയുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്, അത് എഴുതി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാവുന്ന? RS³ വാല്യൂ നമുക്ക് കിട്ടി 29.5 ഹോൾ സ്ക്വയർ ഇൻറ്റു 1.5 into 10⁻⁹ ഹോൾ ക്യൂബ്. ഇതിൽ നിന്ന് നമുക്ക് വേണ്ടത് RSന്റെ വാല്യൂ ആണ്. അപ്പൊ 29.5 ഹോൾ റേസ്ഡ് 2/3 ഇൻറ്റു ക്യൂബ് റൂട്ട് എടുത്താൽ അതിന്റെ ക്യൂബ് പോയി. അപ്പൊ 1.5 into 10⁻⁹. അപ്പൊ ഇതിനെ നമ്മൾ റേസ്ഡ് 2/3 എടുക്കുന്ന സമയത്ത് നമുക്ക് 9.55 ആണ്. into 1.5 into 10⁻⁹. അപ്പൊ കിട്ടുന്നത് 14.32 into 10⁻⁹ കിലോമീറ്റർ. നമുക്ക് ആൻസർ കിട്ടുന്നത് അതാണ്. 2019 മാർച്ച് 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. എർത്ത് സാറ്റലൈറ്റ്സ് ആർ ഒബ്ജെക്ട്സ് വിച്ച് റിവോൾവ് റൗണ്ട് എർത്ത്. എർത്തിന്റെ സാറ്റലൈറ്റ് പറഞ്ഞാൽ എർത്തിന് ചുറ്റും കറങ്ങുന്ന വസ്തുക്കളാണ്. ടൈം പീരിയഡ് ഓഫ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. ഒരു ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിന്റെ ടൈം പീരിയഡ് എത്രയാണ്? 24 hours ആണ്. നമുക്കറിയാം. Derive expression for time period of a satellite. Period of satellite എന്നുള്ള ഡെറിവേഷൻ ആണ്. അപ്പൊ ഇവിടെ പീരിയഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഓർബിറ്റൽ വെലോസിറ്റി ആണ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറഞ്ഞാൽ 2πr ആണ്. ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് √gm/r ആണ്. അതുപോലെ T² വാല്യൂ നമ്മൾ കാണുന്നു. T² ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ 4π²r² ഡിവൈഡഡ് ബൈ √gm/r നെ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോയി, gm/r ആയി. r മുകളിലേക്ക് വന്നു. അപ്പൊ നമുക്ക് T² എന്ത് കിട്ടി? 4π²/gm into R³. ഇതിൽ നിന്ന് നമുക്ക് പീരിയഡ് കാണാം. അപ്പൊ പീരിയഡ് T ഈ ക്വാണ്ടിറ്റിയുടെ എന്തെടുത്താൽ മതി? റൂട്ട് എടുത്താൽ മതി. By using the expression you derived above, show that motion of a satellite obeys Kepler's law of periods. അപ്പൊ നേരത്തെ കിട്ടിയ ആ ഇക്വേഷനിൽ നിന്ന് എന്ത് ചെയ്യുക? കെപ്ലറുടെ ലോ ഓഫ് പീരിയഡ്സ് സാറ്റലൈറ്റ് ഒബേ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നേരത്തെ നമ്മൾക്ക് കിട്ടിയത് നിന്ന് ആ കോൺസ്റ്റൻസ് ആക്കി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കിട്ടി T² പ്രൊപ്പോർഷണൽ ടു R³ എന്ന് നമുക്ക് എഴുതാം. Derive expression for escape speed from a planet. Escape speedന്റെ escape velocityയുടെ ഡെറിവേഷൻ ആണ്. എന്താണ് escape velocity? It is the velocity required to project a body so as to escape from Earth's gravitational field. നമ്മൾ ഒരിക്കലും പറഞ്ഞതാണത്. ഇനി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി gmm/r ആണ്. കൈനറ്റിക് എനർജി 12mve² ആണ്. ve എന്ന് പറയുന്നത് എസ്കേപ്പ് വെലോസിറ്റിനെ റെപ്രസെന്റ് ചെയ്യാനാണ്. അപ്പൊ ഇവിടെ സ്മോൾ എം രണ്ടൊന്നും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ gm/r =12ve². ഇതിൽ നിന്ന് ve² = 2gm/r കിട്ടി. അപ്പൊ ve √2gm/r. gm gr² ആണെന്ന് നമുക്കറിയാം. അപ്പൊ gm ന് പകരം gr² കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? v √2gr²/r. r കട്ട് ചെയ്തു. അപ്പൊ എന്ത് കിട്ടി? v √2gr. അപ്പൊ വിക്ക് രണ്ട് ഫോമുല ഇവിടെ ഡിറൈവ് ചെയ്തു. v √2gm/r അല്ലെങ്കിൽ v √2gr.